ഇപ്പൊ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയം എത്രയാ? 5:12 11 അല്ലേ? 5:11 സുബഹി ബാങ്ക് കൊടുക്കുന്ന ഒരു വീട്ടിൽ അവിടുത്തെ ഉപ്പയും അവിടുത്തെ ആൺകുട്ടികളും, ഇനി അവിടുത്തെ ഉമ്മക്കും പെൺകുട്ടികൾക്കും പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിലൊക്കെ, അവിടെയുള്ള ഉമ്മ, ആ വീട്ടിലെ ഉമ്മ എത്ര മണിക്ക് എണീക്കണം? സുന്നത്ത് നമസ്കരിച്ച്, ഉളു എടുത്ത് സുന്നത്ത് നമസ്കരിച്ച് ശേഷം സമയത്തിന് പള്ളിയിൽ ഭർത്താവും മക്കളും എത്തണമെന്നുണ്ടെങ്കിൽ ഉമ്മ എപ്പോൾ എണീക്കണം? മിനിമം 4:30 അല്ലേ? 4:30 മിനിമം. എന്നാൽ തന്നെ ഉമ്മയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇവരുടെ അടുത്ത് പോയി വിളിച്ച് ഇവരെ ആക്കി കൊണ്ടുവരുമ്പോഴത്തേന് ഒരു പക്ഷേ സമയമായിട്ടുണ്ടാവും. ഉമ്മയുടെ ജീവിതത്തിൽ എത്രത്തോളം ക്രമീകരണം നടത്താൻ പറ്റുമോ, എത്രത്തോളം ത്യാഗം സഹിക്കാൻ പറ്റുമോ, എത്രത്തോളം കുടുംബത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ പറ്റുമോ, അവിടെയാണ് ഒരു കുടുംബത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. 4, 5, 8 പ്രാവശ്യം ഒരു പക്ഷെ വിളിക്കേണ്ടി വരും, എന്നാലേ എണീക്കലുണ്ടാവുള്ളൂ. എന്നിരുന്നാലും വേണ്ടില്ല, ഇതെൻ്റെ ദൗത്യമാണ്, ഇത് പടച്ചവൻ എന്നെ ഏൽപ്പിച്ചതാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ ആ 3 കുഞ്ഞുങ്ങളെയും നേരിൻ്റെ വഴിയിൽ നടത്താൻ എനിക്ക് പറ്റുമെന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് എന്നെ തന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് ക്രമീകരണങ്ങൾ, റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം. അതിനൊരു പക്ഷേ നേരത്തെ എണീക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കിടക്കേണ്ടി വരും. നേരത്തെ കിടക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പണികൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തീർക്കേണ്ടി വരും. ഭക്ഷണം, രാത്രിയിൽ അത്താഴം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് നേരത്തെ വിളമ്പേണ്ടി വരും. നേരത്തെ എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ടൈം ടേബിളുള്ള ഒരു ജീവിതം ഒരു വീട്ടിൽ ഒരു ഉമ്മ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഒരു ജമാഅത്തും തെറ്റൂല. ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക ഉമ്മമാര്, ഹൃദയം തുറന്നൊന്ന് ചിന്തിക്കുക. ആരും പറയൊന്നും വേണ്ട, കൈപ്പൊക്കൊന്നും വേണ്ട, എത്ര ആൾക്കാരിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. രാത്രി വൈകുവോളം തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ സമയം കളയുന്ന ഒരു ഉമ്മക്കും എണീക്കാൻ പറ്റൂല. മദ്രസയിൽ പോയിട്ട് നമ്മുടെ മക്കൾ തന്നെയാ പറയുന്നത് ഉസ്താദിനോട് നേരം വൈകുമ്പോൾ ഉമ്മ എണീറ്റിട്ടില്ലായിരുന്നു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്തരം ഉത്തരങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് തന്നെയാണ് അത്തരം സംസാരങ്ങൾ വരുന്നത്. നിലപാടുകളിൽ മാറ്റം വരുത്താൻ കഴിയാത്ത, വേണ്ട രീതിയിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഉമ്മയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നാളെ നമ്മുടെ വീട്ടിലെ മക്കളും ഭർത്താവും എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത്. നമ്മുടെ കയ്യിലല്ലേ? അത് നമ്മുടെ കയ്യിലാ. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ തന്നെയാ. ഇതും നമ്മുടെ ഉള്ളിൽ. അത് വലിയ വിഷയമില്ലാത്ത, വിലയില്ലാത്ത കാര്യങ്ങളും ഇതൊക്കെ പിന്നെ വലിയ വലിയ കാര്യങ്ങളും അങ്ങനെയല്ല. എല്ലാം ഒരുപോലെ കൊണ്ടുപോവാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ഉണർത്താൻ പോകൽ എങ്ങനെയാ കുഞ്ഞുങ്ങളെ? എത്ര വലിയ കുട്ടിയായാലും ചെറിയ കുട്ടിയായാലും രാവിലെ കുഞ്ഞിനെ സുബഹ് സമയത്ത് ഉണർത്താൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെയാ ഒരു ഉമ്മ ചെയ്യാ? എങ്ങനെയാ ഉണർത്തേണ്ടത്? തൊട്ട് തലോടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തുകൊണ്ട്, അവൻ ചൊല്ലും എന്നിരുന്നാലും ചൊല്ലിക്കൊടുത്തുകൊണ്ട് കുഞ്ഞിനെ ഉണർത്തുമ്പം ആ ഉപ്പ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വീടകങ്ങളിൽ സദാസമയവും പടച്ചവനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കേണ്ടത്. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നീ നിന്റെ പകുതി മരണത്തിൽ നിന്നും തിരിച്ചു വന്നിരിക്കുന്നു. നിന്റെ മുന്നിൽ നന്മ ചെയ്യാൻ, നല്ലത് പറയാൻ, നല്ലത് കാണാൻ, കർമ്മപുസ്തകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ ഇതാ ഒരു ദിവസം കൂടി പടച്ചവൻ തന്നിരിക്കുന്നു. പടച്ചവനോട് സ്തുതി പറഞ്ഞുകൊണ്ട് എണീക്ക്. അങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നേരെ തിരിച്ച് നമ്മൾ അന്ന് ചെയ്യാനുള്ള, തലേന്ന് ബാക്കിയാക്കി വെച്ച് അന്ന് എഴുതാനുള്ള പരീക്ഷയുടെ ഇത്തരത്തിലുള്ള അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞും വലിച്ചും കൊണ്ടാണ് എണീപ്പിക്കുന്നതെങ്കിൽ അത് വല്ലാത്ത പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ സന്തോഷത്തോടു കൂടി കുട്ടിയുടെ അടുത്ത് പോയിട്ട്
സംസാരിച്ചു നോക്കി. 4ഉം 5ഉം ദിവസമൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളായിട്ട് താനെ എണീച്ചു വരും. ശ്രമിക്കുക, വീണ്ടും വീണ്ടും ശ്രമിക്കുക, ഇതുപോലെ തന്നെ തുടരുക. അതിലൊരു മാറ്റവും നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. ആ സമയത്തൊക്കെ കുട്ടിക്ക് കിട്ടുന്ന ഒരു കംഫർട്ടും ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഇൻ കേസ് സ്കൂളിൽ പോയി കഴിഞ്ഞാലും അവന് സൊസൈറ്റിയുമായിട്ട് ആ ദിവസം ഇടപഴകുമ്പോഴും എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് അവൻ പോകാൻ ഒരുങ്ങുമ്പോൾ, വേണ്ട, എന്നെ ഇന്ന് സലാം പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലി എന്നെ എണീപ്പിച്ച എൻ്റെ ഉമ്മച്ചി അറിയാതെ ഞാൻ ഈ തെറ്റിന് കൂട്ടു നിൽക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വൈകാരികമായ ബന്ധം അവിടെ രൂപപ്പെടും എന്നുള്ളതാണ്.